ബാർസലോണയും റയൽ മാഡ്രിഡുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് ഈ ഇമേജസിൽ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ല? വെൽ, ഒന്നും കൂടെ ഒന്ന് ക്ലോസർ ആയിട്ട് നോക്ക്. ബാർസയുടെ മിക്ക ഗെയിംസും ഞാൻ കാണുമ്പോൾ അവരുടെ ഗോൾസ് എല്ലാം സ്ട്രക്ചർ ഉള്ള ടീം ഗോൾസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ റയലിന്റെ ഗെയിംസ് ഞാൻ കാണുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഗോൾസ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഗോൾസ് ആയിരിക്കും. ഈ കഴിഞ്ഞ മാഡ്രിഡ് ഡർബി അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ്. റയല് സ്കോർ ചെയ്ത 3 ഗോൾസ് നോക്കുവാണെങ്കിൽ ഒരെണ്ണം പെനാൾട്ടി, ബാൽവാർഡെ സ്കോർ ചെയ്ത ഗോള് അത്ലറ്റിക്കോന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ആൻഡ് തേർഡ് ഗോള് വിനീഷ്യസിന്റെ ബ്രില്യൻസും. ആൻഡ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ഇമേജസിൽ ബാർസയുടെ റയലിന്റെ അറ്റാക്കിംഗ് പ്ലേയിലെ മെയിൻ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാർസ ബോൾ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോ ബോക്സിൽ എത്ര പേരുണ്ട് നോക്ക്. ഇനി റയല് ഈ എക്സാക്ട് സ്പോട്ടിൽ എത്തുമ്പോ ബോക്സിൽ നോക്ക്. ബാർസയും റയലുമായിട്ട് ലാലിഗയില് ഒരു 4 പോയിന്റ് ഗ്യാപ്പ് പോയാലും ഇത് തന്നെയാണ് കാരണം. റയല് ബാർസയെ ക്യാച്ച് ചെയ്യോ, അതോ റയലിനെ ബീറ്റ് ചെയ്ത് പിന്നെയും ബാർസ ലാലിഗ ചാമ്പ്യൻസ് ആവോ? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.